നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും നന്മാസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഷിബു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതിമനോഹരമായ ഒരു സലാഡുമായിട്ടാണ്. നിങ്ങൾ സലാഡ് എന്താ എത്ര പ്രത്യേകത കാര്യം, നല്ല വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരം നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സലാഡാണ് ഇത്. നമുക്ക് നല്ല ഹെൽത്തി സലാഡാണ്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്ന ഒരു സലാഡാണ്. ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വയറ് കുറയ്ക്കാനും അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ പറ്റുന്ന ഒരു സലാഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാനും ട്രൈ ചെയ്യാനും പറ്റുന്ന അടിപൊളി സലാഡാണ്. നമ്മുടെ ഹെൽത്തിന് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള, ഞാൻ പരീക്ഷിച്ചതാണ്, മറ്റു പലരും പരീക്ഷിച്ച സലാഡാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇതൊരു 1 മന്ത് നിങ്ങൾ ട്രൈ ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോള് 100% കൊളസ്ട്രോളിന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സലാഡാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, എന്തൊക്കെയാണ് അത് ചേർക്കുന്നതെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ കൂടെ വരില്ലേ? അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന മാതിരി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. അതിനിപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ തുടർന്നുള്ള ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി മനോഹരമായ വെറൈറ്റി വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് പോകാം. എൻ്റെ കൂടെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇന്നത്തെ സലാഡിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. എന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു ബൗള് മുളപ്പിച്ച ചെറുപയറാണ്. മുളപ്പിച്ച് നല്ല ഇതുപോലെ വേര് വന്ന മുളപ്പിച്ച ചെറുപയറാണ്. ഒരു ചെറുപയർ ഒരു ചെറിയ ബൗള്, ഒരു 2 പീസ് ലെമണ്, ഒരു 12 പീസ് ബദാം പൗഡർ ആക്കിയതല്ല, ഒന്ന് ക്രഷ് ചെയ്തതാണ്. പിന്നെ 2 ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് ഒരു പീസ്, ഒരു കുക്കുംബർ മതി, ഒരു കുക്കുംബർ എടുക്കാം. ഓക്കെ, എങ്ങനെയാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ആദ്യമായിട്ട് ആപ്പിൾ എടുക്കുക. ഗ്രീൻ ആപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു നല്ല ചെറിയൊരു പുളിപ്പ് രസം ഉണ്ടാവും, അതാണ് ഗ്രീൻ ആപ്പിൾ യൂസ് ചെയ്ത്. ഗ്രീൻ ആപ്പിൾ കിട്ടാത്തവർക്ക് റെഡ് ആപ്പിൾ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഇത് പ്രത്യേകിച്ചായിട്ട് നിങ്ങൾ ഏത് വെജിറ്റബിൾ ഇപ്പോൾ യൂസ് ചെയ്യാൻ നിങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതാണ്, അതിൽ ചില പോയിസന് അല്ലെങ്കിൽ കെമിക്കലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഒരു 10-15 മിനിറ്റ് എന്ത് വെജിറ്റബിളോ ഫ്രൂട്ട്സോ മേടിച്ചാലും ഒരു 10-15 മിനിറ്റ് നിങ്ങൾ നല്ല ഉപ്പ് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് നേരം മുക്കി വെച്ചിട്ട് ശേഷം മാത്രം യൂസ് ചെയ്യാം. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സ്കിന്ന് കളയുന്നുണ്ട്. നിങ്ങളും ഇതിൻ്റെ ആപ്പിളൊക്കെ മേടിച്ച് അതിൻ്റെ സ്കിന്ന് മാക്സിമം കളയാൻ നോക്കുക. സ്കിന്നിൻ്റെ മുകളിൽ പല കോട്ടിംഗ് ഒക്കെ ഉണ്ട്, നമ്മൾ പല വീഡിയോയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിന്നൊക്കെ ഒഴിവാക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളത് ഞാൻ പീലർ വെച്ചിട്ടാണ് ഞാനിത് പീൽ ചെയ്ത് സ്കിന്ന് ഒഴിവാക്കേണ്ടത്. ആപ്പിള്, ഗ്രീൻ ആപ്പിൾ രാവിലെ കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ സലാഡിന്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആപ്പിൾ ചേർക്കാം. അതുപോലെ ആപ്പിള് പീൽ ചെയ്ത മാതിരി നമ്മൾ ക്യാരറ്റും എടുത്ത് സ്കിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, ക്യാരറ്റ് ചെയ്ത് അതുപോലെ തന്നെ കുക്കുംബറും അതേപോലെ നമ്മൾ സ്കിന്ന് കളയുക. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ കുക്ക് ചെയ്യാൻ വേണ്ടി ആ ടൈമിൽ മാത്രം ഇടുന്ന ഗ്ലൗസാണിത്. ഞാൻ പുറത്തിട്ടുകൊണ്ട് പോയിട്ട് വരുന്ന ഗ്ലൗസ് അല്ല. ഈ കുക്ക് ചെയ്യാൻ വേണ്ടി, ഇത് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഗ്ലൗസാണ്. നിങ്ങൾക്ക് ആർക്കും തെറ്റിദ്ധാരണ വേണ്ട. ഞാൻ പുറത്ത് യൂസ് ചെയ്യുന്ന ഗ്ലൗസ് അല്ല, ഇപ്പോൾ ഈ കുക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഗ്ലൗസാണിത്. അതുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഗ്ലൗസ് ഊരി മാറ്റി. നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളാരും ഗ്ലൗസ് യൂസ് ചെയ്യില്ലല്ലോ. ഗ്ലൗസ് ഇട്ട് ഇത് കട്ട് ചെയ്യാനും കുറച്ച് പാടാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും, നിങ്ങൾ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടോ ലൈവായിട്ടോ എവിടെയെങ്കിലും കുക്ക് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്ലൗസും നിങ്ങൾ മാസ്കും മസ്റ്റായിട്ട് നിങ്ങൾ ക്യാപ്പും വെച്ചിരിക്കണം. അത് മറ്റുള്ള സേഫ്റ്റിയാണ്. നമ്മൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് പ്രിപ്പറേഷൻ ചെയ്യും വീട്ടിലായാലും ശരി, നന്നായിട്ട് നമ്മുടെ ഹാൻഡ് നന്നായിട്ട്, കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രമേ ഇതൊക്കെ നമ്മൾ ചെയ്യാവൂ. നമുക്ക് ആപ്പിൾ ഇതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതേപോലെ ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സാലഡ് നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്യണം. നമ്മൾ പറയില്ലേ കുനുകുനാന്ന് കട്ട് ചെയ്യുന്ന മാതിരി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു കൊടുക്കണം. സാലാഡിനൊക്കെ നമ്മളൊരു കട്ടിങ്ങിന് തന്നെ ഒരു പ്രത്യേക ഒരു മെത്തേഡ്, ആ രീതിയിൽ കട്ട് ചെയ്താണല്ലോ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കഴിക്കാനൊരു ടെൻഡൻസി നമുക്ക് വരും. അതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്യണം.
ആപ്പിൾ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് നമുക്ക് കുക്കുംബർ എടുക്കണം. കുക്കുംബർ അതേപോലെ തന്നെ സ്ലൈസായിട്ട് ഒരു 3 കട്ട് ചെയ്തിട്ട് അതും ഇതേപോലെ നമ്മൾ ആപ്പിൾ കട്ട് ചെയ്ത മാതിരി തന്നെ കട്ട് ചെയ്യുക. കുക്കുംബർ നല്ലൊരു ഹെൽത്തി വെജിറ്റബിളാണ്. ഡെയിലി ഒരു കുക്കുംബർ നിങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ. നമ്മളൊക്കെ ഇപ്പം വെജിറ്റബിൾ മാക്സിമം ആരും കഴിക്കാറില്ല, എല്ലാവരും നോൺ വെജിലേക്കാണ്. അപ്പം നമ്മൾ മാക്സിമം ഇതൊക്കെ ഉൾപ്പെടുത്താം നമ്മുടെ ശരീരത്തിൽ. നമ്മൾ രോഗം പ്രതിരോധത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് വെജിറ്റബിൾ നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. എങ്ങനെ ഡെയിലി കുറച്ച് വെജിറ്റബിൾ എങ്ങനെയും നമ്മുടെ ശരീരത്തിൽ എങ്ങനെയും നമ്മൾ കഴിക്കാം. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ആപ്പിളും കുക്കുംബറും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചേർക്കുന്ന ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെക്കാണ്. കുറച്ച് അത് കഴിക്കാനും ഒരു രസമായിരിക്കും, കാണാനും നല്ല രസമാണ് അത് ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുന്നത്. ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നല്ല കാണാൻ തന്നെ രസമുണ്ട്. സലാഡിൻ്റെ മുകളിൽ അങ്ങനെ കിടക്കുമ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കാണാൻ കണ്ടില്ല, നല്ല രസമല്ലേ കാണാൻ. അതൊരു കണ്ണിന് നമ്മൾ ഒരു ഇമ്പമാണ് അത് കാണുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ കഴിച്ചു പോകും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ വീട്ടിലങ്ങ് സലാഡ് ഇതുപോലെ മെനക്കെട്ടുണ്ടായി കഴിക്കില്ല. കാരണം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് മേടിച്ച് കഴിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് നമ്മൾ ആ സാലാഡ് പ്രിപ്പറേഷൻ ചെയ്ത് അവർ തരുന്നതും അത് അവർ ഗാർണിഷ് ചെയ്ത് തരുന്നത് കാണുമ്പോൾ നമ്മൾ കഴിച്ചു പോകും. അപ്പോൾ അതേപോലെ നമ്മൾ വീട്ടിലൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളും വീട്ടിലുള്ള മുതിർന്നവരൊക്കെ ഇത് കഴിക്കും. നമ്മൾ അതിനുവേണ്ടി കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒന്ന് മെനക്കെട്ടാലും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്കൊരു ആരോഗ്യം നമ്മുടെ ശരീരം വീണ്ടെടുക്കാൻ നമുക്ക് കഴിയും. ഇനി നമുക്ക് ബാക്കി ഇതിനകത്ത് എന്തൊക്കെ ബാക്കി ചേർക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതായിരിക്കും പ്രത്യേകം നല്ലത്. നമ്മളിപ്പോൾ അതൊക്കെ ചേർത്തു. ഇനി നമ്മൾ ഇത് വെച്ചിരിക്കുന്ന വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയർ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ചെറുപയറാണ് ചേർത്ത് കൊടുക്കുക. ഞാൻ ചെറുപയർ നന്നായിട്ട് മുളപ്പിച്ച ഒരു 3 ദിവസമായതാണ്, നല്ല വേര് കിളിച്ചിട്ടുണ്ട്. അതേപോലെ എന്നിട്ട് അതിലേക്ക് നമ്മൾ 2 ലെമൺ ചേർത്ത് വെക്കുക. ബദാം പരിപ്പ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 12 പീസ് ഉണ്ട് ബദാം പരിപ്പ്, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് സോൾട്ട് കൂടുതൽ ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്യുക. സലാഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സലാഡ് റെഡി ആയിരിക്കുകയാണ്. നല്ല ഹെൽത്തി സലാഡ് റെഡിയായി. സലാഡ് ഞാൻ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ പൊറോട്ട കഴിച്ചു നോക്കുകയാണ്, എങ്കിലും ഞാൻ തന്നെ കഴിച്ചു നോക്കാം. ഓക്കെ, കഴിച്ചു നോക്കിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് അടിപൊളി. ആ ഗ്രീൻ ആപ്പിളും ചെറുപയറും കൂടെ ഒന്ന് ആ ലെമണിൻ്റെ ഇതിനകത്തോളം ചേരുമ്പോഴല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങയൊക്കെ പൊട്ടിച്ച് കഴിക്കുമല്ലോ, നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് ഇതുവരെ കഴിക്കുന്ന മാതിരി ആ ഒരു ചെറിയൊരു പുളിപ്പും ആ ഒരു ക്യാരറ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രമാത്രം നല്ല ടേസ്റ്റുമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്തിരിക്കാം. ഇതൊരു നല്ല ഹെൽത്തി സലാഡാണ്. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുന്നതാണ്, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നിങ്ങൾ ഇത് കഴിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കരുത്. പ്രത്യേകമായിട്ട് നിങ്ങൾ 1 മാസം നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവല് അതേപോലെ നിങ്ങൾക്ക് വയറ് കുറയ്ക്കാൻ ഒക്കെ ഉണ്ടാവും. നല്ല ഉന്മേഷമാണ്. നിങ്ങൾ രാവിലെ കഴിച്ചിട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷീണമോ ഉറക്കമോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ പോകുമ്പോൾ രാവിലെ മോർണിംഗിൽ കഴിക്കാൻ പറ്റാത്തവർ നിങ്ങൾ 10 മണി ടീ ബ്രേക്ക് ടൈമിൽ നിങ്ങൾ ടിഫിൻ ബോക്സിൽ നിങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോവുക. 10 മണി നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം ആകുമ്പോൾ നിങ്ങളിത് കഴിക്കുക. തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് തരുന്നുണ്ട്, നിങ്ങൾക്കിത് ഒരു ദോഷം ഉണ്ടാവില്ല. ഹെൽത്തിന് നല്ല പെർഫെക്റ്റ് ആണ്. പ്രത്യേകിച്ച് ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ലതാണ്. ക്യാൻസറിനെ പല പഠനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്, പല ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ക്യാൻസറിനെയൊക്കെ റിമൂവ് ചെയ്യാൻ, ക്യാൻസറിന് വരാതെ നോക്കാൻ, അതിൻ്റെ ക്യാൻസറിന് കാരണമാകുന്ന കോശങ്ങളെ നശിപ്പിക്കാൻ പറ്റിയുള്ള പ്രോട്ടീനുകൾ ഒക്കെ ഈ ചെറുപയറിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ക്യാൻസറിനെ റിമൂവ് ചെയ്യുന്ന, ക്യാൻസർ വരാതിരിക്കാൻ പറ്റുന്ന കുറേ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇതും ഇതിനകത്ത് ഈ ചെറുപയറിനകത്ത് ചേർന്നിട്ടുണ്ട്.
നിങ്ങൾ ചെറുപയർ മുളപ്പിക്കുക എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു 2 ദിവസം പ്രത്യേക ഒരു കാര്യമുണ്ട്. ചെറുപയർ നിങ്ങൾ മുളപ്പിക്കുമ്പോൾ ടിഷ്യൂവോ അല്ലെങ്കിൽ പന്ന വൃത്തിയില്ലാത്ത കോട്ടൺ തുണി ഒന്നും വെച്ച് നിങ്ങൾ യൂസ് ചെയ്ത് ഒരിക്കലും ടിഷ്യൂ പേപ്പറിൽ നിങ്ങൾ ഇത് പയർ മുളപ്പിക്കുന്നത് ചെയ്യരുത്. ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അത് നമുക്ക് കംപ്ലൈന്റ് ആണ്. ടിഷ്യൂ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് വയറ്റിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ അത് പോയിസൺ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് അങ്ങനെ ചെയ്യാൻ ഇടയായിത്തീരരുത്. നിങ്ങൾ സാധാ പാത്രത്തിൽ മാത്രം ഇട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പുതിയ കോട്ടൺ തുണി മേടിച്ച് നല്ല ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം അതിനകത്ത് മാത്രം ഇത് പൊതിഞ്ഞ് വെച്ച് നിങ്ങളിത് മുളപ്പിച്ചെടുക്കാവൂ. എന്ന് വെച്ചാൽ നമ്മൾ മുളപ്പിച്ചെടുക്കുമ്പോൾ ഇത് വേവിക്കാത്തത് കൊണ്ട് നമ്മുടെ വയറ്റിലേക്ക് ഈ ഫംഗസ് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾ വൃത്തിഹീനമായ തുണിയിലോ അല്ലെങ്കിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്കിത് ഫംഗസ് ബാധ ഉണ്ടാകും. നമ്മൾ ഡയറക്റ്റ് കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും നല്ല വൃത്തിയുള്ള കാര്യങ്ങൾ വെച്ച് മാത്രമേ പയർ മുളപ്പിച്ചെടുക്കാവൂ. തീർച്ചയായും നല്ല ഹെൽത്തി ആയിട്ടുള്ള സലാഡാണ്. 100% ഞാൻ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ മോർണിംഗിൽ നിങ്ങൾ പാലൊഴിച്ച് ചായ കുടിക്കുന്നവർ, കൊളസ്ട്രോളോ അല്ലെങ്കിൽ പൊണ്ണത്തടി വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ മോർണിംഗിൽ നിങ്ങൾ പാലൊഴിച്ച് ചായ കുടിക്കാതിരിക്കുക. ഒന്ന് ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ബ്ലാക്ക് ടീയോ മാത്രം ഉപയോഗിച്ച് നിങ്ങൾ കുടിച്ചതിന് ശേഷം നിങ്ങൾ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വിശപ്പുണ്ടാവില്ല. നല്ല നിങ്ങൾക്ക് വൈകിട്ട് വരെ നല്ല എനർജിക്കായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാനും ഒക്കെ ഇടയാവുന്ന ഒരു സലാഡാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഹെൽത്ത് ടിപ്സ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ തുടർന്നുള്ള ദിവസങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.